എല്ലാവരും സ്നാനമേൽക്കണം എന്നുള്ള വചന നിവർത്തിക്കായി ക്രമീകരിക്കപ്പെട്ട മകൾക്ക് വേണ്ടി സ്നാനം ഒരുക്കുന്നത് ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഇതിൽ പങ്കുചേരുന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മകൾക്കും സാക്ഷിയോടെ ജീവിപ്പാൻ നിങ്ങൾ സഹായിക്കണം. തിരുനാമം ഉയർത്തപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പനയാണ് സ്നാനമേൽക്കുക എന്നുള്ളത്. ആ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി ഇഹ ഭൂമിയിലുള്ള എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൽപ്പനയുടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ പ്രിയ മകൾ സ്നാനമേൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. തിരുവചനത്തിന് 2 വാക്യങ്ങൾ 2 ഭാഗങ്ങളിൽ നിന്നായി വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യവും, മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യവും, മറ്റൊരാൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യവും ദയവായി വായിച്ചു. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ കരയിൽ നിന്ന് യോർദാനക്കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, എന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവൻ എന്നെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത്
അവൻ കണ്ടു, അവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം കൂടെ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്ക ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ തിരുവചനങ്ങൾ വായിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സ്നാനം എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ളതാണ്. അത് നിർബന്ധമായും കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിനെ ആശ്രയിക്കുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതും അംഗീകരിക്കേണ്ടതുമായ ഒന്നാണ് സ്നാനം എന്നുള്ളത്. ആ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായിരിക്കണമെന്നും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നാനപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കറ കളയാൻ വേണ്ടിയല്ല. തിരുവചനം പറയുന്നത് സ്നാനമേൽക്കുന്നവൻ കർത്താവായ യേശുവിനോട് ചേരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ കർത്താവിനോട് ചേരുന്നു എന്നാണ്. മറ്റൊരു ഭാഗത്ത് തിരുവചനം പറയുന്നത് സ്നാനമേൽക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ ധരിച്ച് നിത്യരാജ്യത്തിന് അവകാശിയായി മാറുവാനുള്ള ദൈവം അനുശാസിക്കുന്ന ഒരു കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. ആ കൽപ്പനയിലേക്ക് ഈ ശബ്ദം കേൾക്കുന്നതിൽ പലർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു സ്നാന ശുശ്രൂഷ നമുക്ക് ദൈവം തരുന്ന ഒരു അവസരമായിരിക്കാം. ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലോട് പറയട്ടെ, നീയും കൽപ്പന അനുസരിച്ചേ മതിയാവുകയുള്ളൂ. ഒരു ദൈവപൈതലാകണമെന്നുണ്ടെങ്കിൽ, ഒരു ദൈവപൈതലായി ദൈവം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ജലത്തിൽ സാക്ഷീകരിച്ചേ പറ്റുകയുള്ളൂ. ആ ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനും ജയം ജയം എപ്പോഴും. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണം, വലിയ ഗൈഡൻസും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ, ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ദൈവം അവസരവും ചെയ്യേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോൺ സച്ചായൻ പ്രാർത്ഥിച്ചാൽ. കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളുടെ കുഞ്ഞ് സ്നാനപ്പെടുവാൻ ഇന്ന് പൽക്കാലം കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഈ സന്ധ്യയുടെ ഭാഗത്ത് നിന്റെ കൽപ്പന അനുസരിക്കുവാൻ ഈ നദീ തീരത്തേക്ക് കടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. വൈദ്യനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, പൽക്കാലം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു പുതിയ ദേഹിയായി മാറാൻ പോകുന്ന സ്തോത്രം. കർത്താവെ, പൈതലെ പഠിക്കുന്ന സ്ഥാപനത്തിലുള്ള ഭവനത്തെ, ദാസത്തെ, സഭയ്ക്ക് ഒരു അനുഗ്രഹം മാതൃകയുള്ള ഒരു പൈതലാക്കി ദൈവം തീർക്കാൻ പോകുന്ന സ്തോത്രം ചെയ്യാണ് കർത്താവെ. ഇന്ന് പൽക്കാലം ശിശുടി പറഞ്ഞ ദാസിനെ അധികാരപ്പെടുത്തുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോട് ഈ ശിശുയുടെ ദൈവത്തിന്റെ ദാസിനെ നീ അധികാരപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്ന് പൽക്കാലം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരാരും ഇത് കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലും കൂടെ ഒരു രൂപാന്തരം ഉണ്ടാകുന്ന സന്ധ്യയായി മാറട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിലകരങ്ങളിലേക്ക് നിലദാസിനെ പൈതലെ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശിശുഷ പരിശുദ്ധാത്മാവ് ഗൈഡൻസോടുകൂടെ ദൈവാത്മാവ് നിവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവനാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് ശാന ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ട പൈതലിന് മുമ്പോട്ട് കടന്നു വരാം. ജനം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും.
സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗോന്നതിയിലെ സകല മഹിമയും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്ത് ശുശ്രൂഷ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളുടെ മേൽ ജയം നേടി മരിച്ചവരെ ഉയർപ്പിച്ച് വചനപ്രകാരം മരിച്ച് വചനപ്രകാരം അടക്കപ്പെട്ട് വചനപ്രകാരം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ മധ്യസ്ഥ അണയ്ക്കുകയും തന്നെ വിശ്വസിക്കുന്നവരെ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ, തൻ്റെ വരവിനായി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുന്ന ജനത്തെ ചേർക്കുവാനായി ആ യേശു ക്രിസ്തു മടങ്ങി വരുന്നുവെന്ന് പ്രിയ ജൂഡിത്ത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രിയ മകളുടെ സാക്ഷിയുടെ അടിസ്ഥാനത്തിലും പ്രിയ ജൂഡിത്തിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജലത്തിൽ സ്നാനം കഴിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഒരു നിമിഷം കൂടെ പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ കൽപ്പന നിവർത്തി എന്ന വണ്ണം ദൈവസന്നിധി സമർപ്പിച്ച് അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ ജലത്തിൽ സാക്ഷീകരിച്ച ഈ മകളുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതുവരെ അവളെ ജയിച്ചിരുന്ന സകല ശക്തിയുടെ മേലും ജയം നേടി ഒരാത്മീക ദൈവവൈതലായി നിലനിൽക്കുവാൻ ഈ ഭൂമിയിൽ സകല മാതൃകയോടെ ഒരു ദൈവത്തിന് വേണ്ട എല്ലാ മാതൃകയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ പ്രിയ പൈതൽ അങ്ങ് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അങ്ങ് സൂക്ഷിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. പാട്ടുകൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ച പോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടുവാൻ കഴിയാതെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുവാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സ്നാനം കൂടാതെ നമുക്ക് നിത്യരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പല ഉപദേശങ്ങൾ പല വിധത്തിലുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് സ്നാനമെന്നത് കർത്താവിൻ്റെ മരണത്തോടും
അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും പങ്കാളിത്തം വഹിക്കുന്ന ഒന്നാണ്. കർത്താവിന്റെ മരണത്തിൽ പങ്കുചേരാത്ത ഒരാൾക്കും നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഈ ഒരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും വരുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഒരുക്കമുള്ളവർക്ക് കടന്നു വരാം. ഇല്ല എങ്കിൽ അവൻ എനിക്കൊരവസരം തന്നാൽ ഈ കൽപ്പന അനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ തയ്യാറാണ് എന്ന ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനോജ് പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഞങ്ങൾക്ക് സഭയായി ഈ സ്നാനക്കടവിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. തിരുസന്നിധി തീരുമാനമെടുത്തതുപോലെ പ്രിയ പൈതൽ അഭിഷേകത്തിന്റെ കൈക്കീഴിൽ കർത്താവെ അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവെ അങ്ങയുടെ വൃത്തിയിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ ഈ വിശ്വാസ കർത്താവ് വിശുദ്ധ സ്നാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഈ കൽപ്പന സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ കർത്താവെ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കണമേ. അവിടുത്തെ മരണപുനരുത്ഥാനത്തെ ഏകീഭവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രിയപ്പെട്ടവർ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ട സ്നാനക്കടവിനായി സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനേകരെ ഇവിടേക്ക് നയിക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷിപ്പാൻ അഭിഷേകത്തിന് കൃപ കൊടുത്തല്ലോ കർത്താവെ. സ്നാനപ്പെട്ട വൈദ്യുതി അന്ത്യം വരെ വിശ്വസ്തത നിൽപ്പാൻ സഹായിക്കണമേ. ശിരസ് വണക്കപ്പെട്ട ദൈവദാസിദാസന്മാർക്കായി സ്തോത്രം. എല്ലാ മഹത്വ പുകഴ്ച ബഹുമാനം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. പ്രാർത്ഥന കടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ നീ കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. ആമേൻ. അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യാം. സൂക്ഷിപ്പാൻ അഭിഷേകത്തിനെ ദൈവ അധികാരപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. സ്നാനപ്പെട്ട വൈദ്യനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവിടെ ശിരസ് വണക്കപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപാശിച്ച് പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോടും സ്നാനപ്പെട്ട കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രിയപൈതനോടും നാമരോടും സർവ്വവിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന് സാധ്യ മേഘ പ്രദർശിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഈ ആത്മീയ ശുശ്രൂഷ നമുക്ക് ജയം നൽകി ദൈവത്തിന് വിശുദ്ധ കരമരുന്ന് മഹത്വം കൊടുക്കാം. ആമേൻ. കർത്താവായ യേശുവേ, പാട്ടുകളോടെ നമുക്ക് സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. Right.